നിങ്ങൾക്ക് ചിലപ്പം 75 വയസ്സുള്ള ഒരു തരത്തിലും എക്സസൈസ് ചെയ്യാത്ത പക്ഷേ എല്ലാ ദിവസവും സിഗരറ്റ് വലിക്കുന്ന ഒരാളെ പരിചയം ഉണ്ടാവാം. അവർക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരാളെ പരിചയം ഉണ്ടാവാം, കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിരിക്കും, സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ആളായിരിക്കും, എന്നിട്ടും ഇദ്ദേഹത്തിന് 50 വയസ്സാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് അധികം ആൾക്കാരും ജീൻസിനെ കുറിച്ച് ആലോചിക്കുന്നത്. എത്ര ഹെൽത്തി ആയി ഇരുന്ന് കഴിഞ്ഞാലും അസുഖങ്ങൾ വരാം, എത്ര അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടെങ്കിലും അസുഖങ്ങൾ വരാതിരിക്കാം. ഇതെല്ലാം ജീൻസ് കാരണമാണോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ നമ്മളുടെ തന്നെ ജീൻസും നമ്മളുടെ ലൈഫ് സ്റ്റൈലും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് തോന്നുന്ന പോലെ ജീവിച്ചാൽ മതിയോ, അതോ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഈ എക്സസൈസും ഡയറ്റും ഇതിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഫുഡി. നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അത്തരത്തിലുള്ള ആൾക്കാരെ ചിലപ്പോൾ നിങ്ങൾക്കും പരിചയം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരല്ല കോമൺ ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ളവരെ ഔട്ട്ലയേഴ്സിനെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കും കൂടിയുണ്ട്. നിങ്ങൾ ആ ബുക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. ജീൻസിന് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റോളുണ്ട്. പക്ഷെ ആ ജീന് എന്ത് കാര്യത്തിലേക്കാണോ ചെന്നെത്തിക്കാൻ പോകുന്നത് അത് നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ കൊണ്ട് മാറ്റാൻ സാധിക്കും. അതായത് ഇപ്പം മോഡേൺ മെഡിസിനിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ, ആൽസിമേഴ്സ് ഡിസീസ്, പ്രമേഹം, പലതരത്തിലുള്ള കണ്ടീഷൻസ് വരാതെ നോക്കാൻ നമുക്ക് നമ്മളുടെ ജീവിതശൈലി മാറ്റിയാൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളിൽ വരുത്താമെന്നാണോ? അങ്ങനെയുമല്ല. ജീൻസിനും റോളുണ്ട്. ജീൻസിൻ്റെ റോൾ എന്താണെന്ന് നോക്കുന്ന സ്റ്റഡിനെയാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ ഒരൊറ്റ സിംഗിൾ ജീന് കാരണമല്ല ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടാകുന്നത്. നമ്മളുടെ ബോഡിയിലുള്ള പലതരത്തിലുള്ള ജീനുകളും ഒന്നിക്കൽ ഒരു സ്വിച്ച് പോലെ ഒന്നിക്കൽ ഓൺ പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. പക്ഷേ ഈ ജീന് ഓൺ ആണോ ഓഫ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമാണ്, നമ്മളുടെ ചുറ്റുവട്ടമാണ്, നമ്മളുടെ എൻവയൺമെന്റ് ആണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിലും ഈ ജീൻസിനെ മാറ്റാനുള്ള കഴിവുകളുണ്ട്. നമ്മൾ ഹ്യൂമൻ ജീനോമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഓരോ ജീനും ഓരോ സ്വിച്ച് പോലെയല്ല വർക്ക് ചെയ്യുന്നത്. ഓരോ ജീൻസിനും നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് സ്വിച്ചുകൾ ഉണ്ടാവാം. അതിൽ ചിലത് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഓൺ ആയിരിക്കും, ചിലത് 20 വയസ്സാകുമ്പോൾ ഓണായി തുടങ്ങും, ചിലത് 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സാവുന്ന സമയത്തായിരിക്കും ഓഫ് ആവുന്നത്. ഇത് ഏത് സമയത്ത് ഓൺ ആവണം, ഏത് സമയത്ത് ഓഫ് ആവണം എന്നുള്ളത് കുറേയൊക്കെ നമുക്കും തീരുമാനിക്കാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി നമ്മളുടെ കൺട്രോളിൻ്റെ പുറത്തുള്ള കാര്യമല്ല. ഒരാളുടെ ലൈഫ് സ്റ്റൈൽ പുവർ ആണെന്നുണ്ടെങ്കിൽ, അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് എക്സസൈസ് ഇല്ല, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, സ്മോക്കിംഗ് ഉണ്ട്, മദ്യപിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ ഇവരുടെ ജീൻസിനെ നെഗറ്റീവ് ടെറിട്ടറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അസുഖം ഉണ്ടാക്കുന്ന ജീൻ അവരുടെ സെല്ലിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നേരത്തെ എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവരുടെ ലൈഫ് സ്പാൻ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. നേരത്തെ മരണത്തിലേക്ക് ചെന്ന് എത്താനുള്ള ചാൻസും കൂടുതലാണ്. 1874 ഒരു ഇംഗ്ലീഷ് റിസർച്ചർ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ജീനും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം തമ്മിൽ കോമ്പറ്റീഷൻ നടത്തുകയാണെങ്കിൽ ജീൻസ് തന്നെ ജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ജീൻസിന് തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെയും ഹൈറ്റിൽ, നമ്മളുടെ ബോഡി വെയ്റ്റിൽ, നമ്മളുടെ സ്കിൻ കളർ, നമ്മളുടെ മെന്റൽ എബിലിറ്റി, നമ്മളുടെ ഹെയർ പാറ്റേൺ, പല കാര്യങ്ങളും നമ്മളുടെ ജീൻസ് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇപ്പം നടത്തുന്ന സ്റ്റഡീസിലെല്ലാം പറയുന്നത് ജീൻസിന് റോൾ ഇല്ല എന്നല്ല, ജീൻസിനെ പോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതശൈലിക്കും തുല്യമായിട്ടുള്ള റോൾ ഉണ്ടെന്നാണ്. ഇനി എന്തൊക്കെയാണ് ഈ ജീവിതശൈലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാവാം, എക്സസൈസ് ചെയ്യുന്നതാവാം, പുകവലി നിർത്തുന്നതാവാം, കൃത്യമായിട്ടുള്ള ഉറക്കം, സ്ട്രെസ്സിനെ പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പഠിക്കുന്നത്, കൃത്യമായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി നിങ്ങളുടെ ആയുസ് കുറയ്ക്കുന്ന തരത്തിലുള്ള ജീനുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജീനുകൾ കാരണം നിങ്ങളുടെ ആയുസ് കുറയ്ക്കുന്നത് 60% വരെ മാറ്റി നിർത്താൻ സാധിക്കും. അതായത് 5 വർഷമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ സാധിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം ശരിയാണ്. അതായത് നിങ്ങളുടെ ബോഡിയിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ജീൻസും ഇല്ലെങ്കിൽ, അത്തരത്തിലുള്ള ജീനുകളൊന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ, പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പോക്കാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജീന് ഇനി സ്വിച്ച് ഓൺ ആവാനും ക്യാൻസറും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ആൽസിമേഴ്സ് ഡിസീസ് പോലത്തെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് നിങ്ങൾക്ക് 78% കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസും കൂടും, നിങ്ങൾക്ക് നേരത്തെ മരണത്തിലേക്ക് എത്തേണ്ടിയും വരും. ഇനി നിങ്ങൾക്ക് രണ്ടും ഉണ്ടെങ്കിൽ, അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും പോരാത്തതിന് നിങ്ങളുടെ ലൈഫ് സ്പാൻ കുറയ്ക്കുന്ന ജീൻസും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏർലി ഡെത്ത് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഡബിളാണ്.
മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് പൊണ്ണത്തടിയുണ്ട്, ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഒബീസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഇവർക്ക് ഇത്തരത്തിലുള്ള ജീനുകൾ ഉള്ളതുകൊണ്ടാണ് ഇവർ എത്ര ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്തതെന്നാണ്. പക്ഷേ പുതിയ സ്റ്റഡീസിൽ അങ്ങനെയല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള ജീൻ ഉണ്ടെങ്കിൽ പോലും, അത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും, പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നതിനനുസരിച്ച് ഒബീസിറ്റി പോലും റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ സ്റ്റഡിയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഏകദേശം 1500ഓളം ജീൻസാണ് ഒരു സമയം ഓണായി നിൽക്കുന്നതെങ്കിൽ അതിൽ 1200 ജീൻസിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ലൈഫ് സ്റ്റൈൽ ചോയ്സസിനുണ്ട്. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്, നിങ്ങൾക്ക് എക്സസൈസ് ഉണ്ടോ, നിങ്ങൾ പുക വലിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഉറക്കം ശരിയാണോ, ഇങ്ങനത്തെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചോയ്സസിന് ആക്റ്റീവായിട്ടുള്ള 75% ജീൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ചെറിയൊരു നമ്പർ അല്ല. ഇനി ഇനാക്റ്റീവായി കിടക്കുന്ന, അതായത് ഓഫായി കിടക്കുന്ന ജീൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 21,000 ജീൻസ് ഇത്തരത്തിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജീൻസിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ലൈഫ് സ്റ്റൈൽ ചോയ്സസിനുണ്ട്. അധികം ആൾക്കാർക്കും ക്യാൻസറിനെയാണ് പേടി. കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിലൊന്നും സിംറ്റംസ് ഉണ്ടാവില്ല. ഏത് സ്റ്റേജിലാണോ ഈ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് അതിനനുസരിച്ചിരിക്കും ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ പ്രോഗ്നോസിസും. നിങ്ങളുടെ ഫാമിലിയിൽ മറ്റൊരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കാം. അത് സ്ത്രീകളുടെ കാര്യത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും BRCA1 പോലത്തെ ജീൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും, പുരുഷന്മാരുടെ കേസസിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ജീൻ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജീന് എക്സ്പ്രസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാനുള്ള ജീൻസ് ആക്ടിവേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചോയ്സസിന് സാധിക്കുന്നതാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഏകദേശം 300 വെറൈറ്റി ജീൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ജീൻസ് ഉള്ളവർക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ കൂടാനും ഈ കൂടുന്ന ബ്ലഡ് പ്രഷർ കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതേ ജീൻസ് ഓൾറെഡി ഉള്ളവർക്ക് അവർക്ക് പ്രോപ്പർ ഡയറ്റ് ഉണ്ട്. മെഡിറ്ററേനിയൻ ഡയറ്റോ ഡാഷ് ഡയറ്റോ ഒക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇവർ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും 30 മിനിറ്റെങ്കിലും മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജീൻസ് ഉണ്ടെങ്കിൽ പോലും BP കൂടാൻ ചാൻസസ് ഇല്ല. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തടയാനും സാധിക്കും. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ തന്നെ പലതരത്തിലുള്ള വീഡിയോസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രമിക്കേണ്ടത് പ്രോസസ്ഡ് ഫുഡിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക. ഇതിന് പകരം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക. ഹോൾ ഗ്രെയിൻസും നട്ട്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മെഡിറ്ററേനിയൻ ഡയറ്റ് ട്രൈ ചെയ്യുക. ലൈഫ് സ്റ്റൈൽ ചോയ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ എൻവയൺമെൻറ്റും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന എൻവയൺമെൻറ്റ്, നമ്മളുടെ ചുറ്റുവട്ടം, നമ്മൾ ശ്വസിക്കുന്ന എയർ, നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന സൺലൈറ്റും റേഡിയേഷനും, നമ്മുടെ ഭക്ഷണത്തിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുള്ള കെമിക്കൽസ്, ഇതൊന്നും അധികം ആൾക്കാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമുക്ക് എല്ലാ സമയത്തും ഒരു ചില്ലിൻ്റെ കൂട്ടിൽ കയറി ഇരിക്കാൻ സാധിക്കില്ല. നമുക്ക് പുറത്തിറങ്ങണം, നടക്കണം, ഫിസിക്കലി ആക്റ്റീവ് ആവണം. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വരുന്ന ഒരെണ്ണമാണ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കയറുന്നത്. ആ കാര്യം നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. നമ്മുടെ ബോഡി എത്ര മൂവ് ചെയ്യണം, എത്ര എക്സസൈസ് നമുക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ ബോഡിയിലേക്ക് സിഗരറ്റ് സ്മോക്കും സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ കയറണോ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് തന്നെ തീരുമാനിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത്. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പലതരത്തിലുള്ള ജീൻസ് ഉണ്ട്. ഉദാഹരണത്തിന് KLF14, ENPP1, ഇങ്ങനെ പലതരത്തിലുള്ള ജീൻസിൻ്റെ വേരിയൻസ് ആണ് ഒരാൾക്ക് പ്രമേഹം വരണോ വേണ്ടെന്നുള്ള കാര്യം കൂടി തീരുമാനിക്കുന്നത്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 65% വരെ നിങ്ങൾക്ക് പ്രമേഹം വരാതെ നോക്കാം. നിങ്ങളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ജീൻസ് ഉണ്ടെങ്കിൽ പോലും ഡയറ്റ് കൺട്രോൾ ചെയ്യാതെ എക്സസൈസ് ഒന്നും ചെയ്യാതെ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഷുഗർ കുറയ്ക്കുന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം വരാതെ നോക്കാനുള്ള കഴിവെന്ന് പറയുന്നത് വെറും 35% ഉള്ളൂ. തന്മാത്ര എന്ന് പറയുന്ന മലയാളം മൂവിയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിന് ആൽസിമേഴ്സ് ഡിസീസാണ്. ആൽസിമേഴ്സ് ഡിസീസ് വരാനുള്ള ചാൻസസും ചില ജീനുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ജീൻസിൻ്റെ പേര് ApoE ജീൻസ് എന്നാണ്. ഉദാഹരണത്തിന് ApoE4 എന്ന് പറയുന്ന ജീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽസിമർ ഡിസീസ് വരാനുള്ള റിസ്ക് എന്ന് പറയുന്നത് 2 മുതൽ 3 മടങ്ങ് കൂടുതലാണ്. ലാൻസെറ്റ് ന്യൂറോളജിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് ആൽസിമേഴ്സ് ഡിസീസ് വരാനുള്ള റിസ്ക് 33% വരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഡയറ്റ് ഹെൽത്തിയാണ്, എക്സസൈസ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ ആൽസിമേഴ്സ് ഡിസീസിനും ഭാവിയിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കൊക്കെ ക്യാൻസർ ഉണ്ടെങ്കിലും ആൽസിമേഴ്സ് ഡിസീസ് ഉണ്ടെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിലും നിങ്ങൾക്കും അത്തരത്തിലുള്ള അസുഖം വരുന്ന പ്രതീക്ഷിച്ചിരിക്കരുത്. ഇത്തരത്തിലുള്ള ജീൻസ് നിങ്ങളുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന് യാതൊരുവിധ ഷോർട്ട് കട്ടൊന്നുമില്ല. അതിന് മറ്റ് ഒരു തരത്തിലുള്ള ഷോർട്ട് കട്ടും ഇല്ല.
പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് വേണം, എക്സസൈസ് വേണം, ഉറക്കം വേണം, പുകവലി നിർത്തണം, മദ്യപാനം നിർത്തണം, ഹെൽത്തി ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻസും വേണം. ഏത് തരത്തിലുള്ള ജനറ്റിക് ഡിസീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയേണ്ടത്? നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മളുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ, കൂടുതൽ വർഷങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.